പത്തരമാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളെ മുത്തശ്ശനാണെങ്കിൽ നാഗേന്ദ്രനെ കാണുകയും നാഗേന്ദ്രന് കൊടുക്കാനുള്ളതെല്ലാം കൊടുക്കുകയൊക്കെ ചെയ്തല്ലോ. അതിനുശേഷം നമ്മളെ മുത്തശ്ശനാണെങ്കിൽ ആകെ ഒരു ടെൻഷൻ ഇരിക്കുക. കാര്യം ഇനി നാഗേന്ദ്രനാണെങ്കിൽ നമ്മളെ അഭിയെയും അവന്തികയും ഇനി നാഗേന്ദ്രൻ്റെ സൈഡിലോട്ടൊക്കെ ആക്കുമോ എന്നുള്ളൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ നമ്മളെ മുത്തശ്ശനുണ്ട്. പക്ഷേ മുത്തശ്ശൻ അറിയുന്നില്ലല്ലോ, ഇതിന് മുമ്പേ തന്നെ നമ്മളെ അഭിയും അവന്തികയൊക്കെ ആണെങ്കിൽ നാഗേന്ദ്രനായിട്ട് നല്ല അടുപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ള കാര്യം മുത്തശ്ശൻ അറിയാതിരിക്കുകയല്ലേ. അങ്ങനെ നമ്മളെ മുത്തശ്ശന് ശരി എന്തും വരട്ടെന്നും പറഞ്ഞിട്ട് നാഗേന്ദ്രൻ മുമ്പ് കാണിച്ച കാര്യങ്ങളെല്ലാം നമ്മളെ മുത്തശ്ശനാണെങ്കിൽ അവന്തികയുടെ അടുത്ത് പറയാൻ വേണ്ടിയൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ നമ്മളെ മുത്തശ്ശനാണെങ്കിൽ അവന്തികയുടെ അടുത്തോട്ട് പോകുന്ന സമയത്ത് അവന്തിക അവിടെ എഴുന്നിട്ട് നമ്മളെ മുത്തശ്ശൻ വരുന്നത് കാണുന്നുണ്ട് കേട്ടോ. കണ്ടിട്ടാണെങ്കിൽ അവന്തിക ചിന്തിക്കുന്നുണ്ട്, മുത്തശ്ശൻ ഇനി എന്തെങ്കിലും കല്യാണ കാര്യങ്ങൾ എന്തെങ്കിലും പറയാൻ വേണ്ടി വരുവാണോ എന്നൊക്കെ നമ്മൾ അവന്തിക ഇങ്ങനെ സംശയിച്ചൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ മുത്തശ്ശനാണെങ്കിൽ ചെന്ന് അവന്തിക അടുത്ത് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്താ മോളെ എന്താ മോളെ ഇങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ ഇരിക്കുന്നേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പം അവന്തിക പറയുന്നില്ല, മുത്തശ്ശൻ അനിയേട്ടൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ പറയാൻ വേണ്ടി വന്നയാണോ എന്ന് വിചാരിച്ചാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് മുത്തശ്ശൻ പറയുന്നത്, അനിയുടെ കാര്യവും പറയണം, പിന്നെ മോള് പിന്നെ നാഗേന്ദ്രനെ കുറിച്ചൊക്കെ അറിയാവോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നാഗേന്ദ്രനെ മോള് കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഇല്ല മുത്തശ്ശ, ഞാൻ അങ്ങനെ കണ്ടിട്ടൊന്നുമില്ല, എനിക്ക് അമ്മ പറഞ്ഞ അറിവും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവന്തികയാണെങ്കിൽ നല്ല രീതിയിൽ മുത്തശ്ശൻ്റെ മുമ്പിൽ അങ്ങ് അഭിനയിച്ച് തകർക്കുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട്, മോളെ അച്ഛനാണെങ്കിൽ നാട്ടിലെത്തിയിട്ടുണ്ട്, ഞാൻ അവനെ കാണുകയൊക്കെ ചെയ്തെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അവനിപ്പോഴും നമ്മളെ ദ്രോഹിച്ചുകൊണ്ടൊക്കെ ഇരിക്കാന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മള് അവന്തിക അടുത്ത് ചോദിക്കുന്നുണ്ട്, മോളെ എങ്ങാനും കാണാൻ വന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഇല്ല മുത്തശ്ശാ, എന്നെ കാണാനൊന്നും വന്നിട്ടില്ല. അല്ലെങ്കിൽ ഞാനെന്തിനാ കാണുന്നത്? ഞങ്ങളെ കൊച്ചിലേ ഞങ്ങളെ ഇട്ടിട്ട് പോയ ഒരാളല്ലേ. അപ്പൊ പിന്നെ ഞങ്ങള് കാണേണ്ട ആവശ്യങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ നമ്മളെ മുത്തശ്ശൻ്റെ അടുത്ത്. ആ സമയത്താണെങ്കിൽ നമ്മളെ മുത്തശ്ശൻ പറയുന്നുണ്ട്, എന്തായാലും മോളാണെങ്കിൽ നാഗേന്ദ്രനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും മോൾ അറിഞ്ഞിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ മുത്തശ്ശനാണെങ്കിൽ അവന്തികയുടെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ. നാഗേന്ദ്രനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ അവനാണെങ്കിൽ ഞങ്ങളെ ഒരുപാട് ദ്രോഹിക്കുകയും വെക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെന്നൊക്കെ. അതുമല്ല പിന്നെ അവനാണെങ്കിൽ ഇവിടുന്ന് സ്വർണ്ണങ്ങളൊക്കെ എടുത്താണെങ്കിൽ വേറൊരാൾക്ക് കൊടുക്കുകയും അതാണെങ്കിൽ കള്ളക്കടത്ത് സ്വർണ്ണമൊക്കെ കൊണ്ട് ജ്വല്ലറി വെക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് കണ്ടുപിടിച്ചതിന് ശേഷമാണ് അവനെ ഇവിടുന്ന് അടിച്ചിറക്കിയെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം അവനിക്ക് കൂട്ടായിട്ട് ജലജയും സപ്പോർട്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ജലജയ്ക്കാണെങ്കിൽ പോകാനൊരു വേറൊരു വഴിയില്ലാത്തത് കൊണ്ട് അവള് പിന്നെ ഞങ്ങളെ കൂടെ ചേർന്ന് നിന്നതാണെന്നൊക്കെ നമ്മളെ മുത്തശ്ശൻ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് അവനെ ഇവിടുന്ന് ഇറക്കിയെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ പിന്നെ അതുമല്ല, അവനാണെങ്കിൽ ഒരുപാട് സ്ത്രീകളുമായിട്ടൊക്കെ ഒരുപാട് ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതുമെല്ലാം കണ്ടുപിടിച്ചെന്നൊക്കെ നമ്മളെ മുത്തശ്ശനാണെങ്കിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പം ആ ഒരു സ്വഭാവമാണ് നിന്റെ ചേട്ടൻ അവിക്ക് കിട്ടിയേക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മളെ നാഗേന്ദ്രനെ കുറിച്ചിട്ട് പറയുന്നത് കേൾക്കുന്ന സമയത്ത് നമ്മളെ അവന്തികയ്ക്കാണെങ്കിലും മുത്തശ്ശൻ്റെ അടുത്താണെങ്കിൽ നല്ല ദേഷ്യവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കാര്യം നോക്കുമ്പോഴത്തേക്കാണെങ്കിൽ അച്ഛൻ അവന്തികയെ നല്ലോണം നോക്കുകയും നല്ല സേഫ് ആക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം മുത്തശ്ശൻ ഇനി പറയുന്നതെല്ലാം കള്ളത്തരമാണോ എന്നൊക്കെ ഉള്ളൊരു സംശയം, ഇനി അച്ഛൻ്റെ അടുത്തുള്ള ദേഷ്യം കൊണ്ടാണോ മുത്തശ്ശൻ ഇങ്ങനെ പറയുന്നതെന്നൊക്കെ ഇങ്ങനെ ഉള്ളൊരു സംശയമൊക്കെ നമ്മൾ അവന്തികയുടെ മനസ്സിൽ വരുന്നുണ്ട് കേട്ടോ. എന്നിട്ടും അവന്തിക മുത്തശ്ശനിക്ക് മനസ്സിലാവാതിരിക്കാൻ വേണ്ടി മുഖത്താണെങ്കിൽ വലിയ എക്സ്പ്രഷനോ കാര്യങ്ങളോ ഒന്നും ഇടാതാണെങ്കിൽ, ശരി മുത്തശ്ശ, എനിക്കാണെങ്കിൽ ഇനി അയാളെ കാണണ്ട, ഇത്രയും ഇങ്ങനെയുള്ള സ്വഭാവമുള്ള ഒരാളായിരുന്നു എൻ്റെ അച്ഛൻ, എനിക്ക് അയാളെ ഇനി കാണണ്ട എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ മുത്തശ്ശനൊപ്പം അതേ രീതിയിൽ തന്നെ തിരിച്ച് നമ്മൾ അവന്തികയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശൻ എന്തായാലും ഉള്ള സത്യങ്ങളൊക്കെ അവന്തികയുടെ അടുത്ത് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്തായാലും അവന്തിക ആ മുത്തശ്ശൻ പറയുന്ന കാര്യങ്ങളൊന്നും വിശ്വസിക്കാതെയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഇനിയിപ്പം മുത്തശ്ശൻ പറഞ്ഞ കാര്യമൊക്കെ തന്നെ അവന്തിക അതേ കണക്ക് ഇനിയിപ്പം നാഗേന്ദ്രനെ വിളിച്ച് പറയുകയൊക്കെ ചെയ്യുമായിരിക്കും. അതാണല്ലോ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഒന്ന് ഹൈപ്പ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.